രാജീവ്, രവി ഹോസ്പിറ്റൽ വിടുന്നത് വരെ ഞാൻ ഓഫീസിലുണ്ടാകില്ല. താനെല്ലാം വേണ്ടതുപോലെ ഹാൻഡിൽ ചെയ്യുമല്ലോ? ഷുവർ സർ. കമ്പനിയിലെ കാര്യങ്ങളോർത്ത് സാർ ടെൻഷനാവണ്ട. അതെല്ലാം ഞാൻ നോക്കിക്കോളാം. ശരി രാജീവ്, നിങ്ങൾ ഓഫീസിലേക്ക് പോയിക്കോളൂ. സർ, ഗൗരിക്ക് സംസാരിക്കണമെന്ന് പറയണു. കൊടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ദേവൻ അവിടുന്ന് എഴുന്നേറ്റ് നടന്നു. ഗൗരി എന്ന പേര് കേട്ടതുകൊണ്ട് തന്നെ മനു അവരുടെ സംസാരം ശ്രദ്ധിച്ചിരുന്നു. രാജീവ് ഫോൺ കൊടുത്തതും അത് വാങ്ങി അവൾ ചോദിച്ചു. സർ, രവിയേട്ടൻ എങ്ങനെയുണ്ട്? അവന് കുഴപ്പമൊന്നുമില്ല. ആക്സിഡൻ്റായി കുറച്ച് സമയം കഴിഞ്ഞാണ് ഇവിടെ എത്തിച്ചത്. അതുകൊണ്ട് ബ്ലഡ് കുറച്ചധികം നഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ, അവൻ പറഞ്ഞൊപ്പിച്ചു. പിന്നെ എന്തുകൊണ്ടാ കാണാൻ കഴിയാത്തത്? അത് അത് അവൻ ICUലാ. അവിടെ വിസിറ്റേഴ്സ് അലൗഡ് അല്ല. ഞാനിവിടെ നിൽക്കണോ? സാർ തനിച്ച്? കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് വരും. നീ നിൽക്കണ്ട. ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ നീ ഓഫീസിൽ പോകണ്ട. ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ പോയിക്കോ. വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. അത് എൻ്റെ ഗൗരി ആയിരിക്കുമോ? മനുവിന് ഗൗരിയെക്കുറിച്ച് അറിയണമെന്ന് തോന്നി. ദേവൻ അടുത്തിരുന്നപ്പോൾ ചോദിച്ചു. വീട്ടിൽ നിന്നാണോ? അവൻ മോളി. ആരാ ഗൗരി? വൈഫാ. ഒട്ടും മടിയില്ലാതെ ദേവൻ പറഞ്ഞു. അനിയൻ ആക്സിഡൻ്റായ വിവരം വീട്ടിൽ പറഞ്ഞിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? വൈഫ് അറിഞ്ഞാൽ വീട്ടിൽ പറയില്ലേ? പെട്ടെന്ന് ദേവന് ഉത്തരം കിട്ടിയില്ല. ഒന്ന് ആലോചിച്ചതിന് ശേഷം പറഞ്ഞു. ഇല്ല, അവൾ ഹാൻഡിൽ ചെയ്തോളും. മഹാദേവൻ എന്തു ചെയ്യുന്നു? ഞാനിവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുക. വൈഫ് അവിടെ തന്നെയാ. ലവ് മാരേജ് ആയിരുന്നോ? അല്ല. ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ലവ് മാരേജ് അല്ലാതെ പിന്നെ എങ്ങനെയാ? ദേവൻ എന്തു പറയണമെന്നറിയാതെ വിക്കി. അത് ദേവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് മനു മെല്ലെ പറഞ്ഞു. ഈ മഹാദേവന് കൂട്ടായി ആ ഗൗരി മതിയെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടാവുമല്ലേ? മനുവിൻ്റെ വാക്കുകൾ കേട്ടതും പുഞ്ചിരിച്ചുകൊണ്ട് ദേവൻ തലയാട്ടി. അതെൻ്റെ ഗൗരി തന്നെയാണോ? ഏയ്, ആയിരിക്കില്ല. അവൾക്കൊരിക്കലും എന്നെ മറന്ന് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ അവളെ തേടിയുള്ള ഈ യാത്രയിൽ ഗൗരി എന്ന് കേൾക്കുന്നതെല്ലാം അവളായിരിക്കോ എന്ന് തോന്നുന്നതായിരിക്കാം. എങ്കിലും അതെൻ്റെ ഗൗരിയല്ലെന്ന് എങ്ങനെ ഉറപ്പിക്കും? ഗൗരിയുടെ അച്ഛൻ്റെ നാട് ഇതാണെന്ന് അറിഞ്ഞതു മുതൽ ശ്രീനി സാറുമായി ഞാൻ നല്ല സൗഹൃദത്തിലാ. ശ്രീനി സാർ മുഖാന്തരം ഗൗരിയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാമെന്നാ വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാ ശ്രീനി സാറിനോട് ഗൗരിയെ അന്വേഷിക്കാനും പറഞ്ഞത്. അന്നേ സാർ പറഞ്ഞിരുന്നു, ഒരു നാട്ടിൽ ഗൗരി എന്ന് പേരായ ഒരുപാട് പേരുണ്ടാവുമെന്ന്. കണ്ടെത്തണമെങ്കിൽ ഫോട്ടോ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് അയച്ചിരുന്നതാ. എന്നാൽ ഇനി സാറ് പുറത്തിറങ്ങണമെങ്കിൽ 2-3 മാസം കഴിയും. ഗൗരിയെ കണ്ടെത്താൻ ഇനിയും വൈകും. അങ്ങനെയൊരു തോന്നൽ ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കാം ഗൗരിയെന്ന് കേൾക്കുമ്പോൾ അതെൻ്റെ ഗൗരിയാണോ എന്ന് തോന്നുന്നത്. മനു ചിന്തിച്ചു. ശ്രീനി സാറിനെ ICUവിൽ നിന്ന് റൂമിലേക്ക് മാറ്റിയപ്പോൾ മനു ദേവനോട് യാത്ര പറഞ്ഞ് അവിടുന്ന് പോയി. ഹോസ്പിറ്റലിൽ ദേവനെ സഹായിക്കാൻ അവൻ്റെ ഫ്രണ്ട് പ്രസാദ് എത്തി. ബ്ലഡ് നൽകാൻ വന്നവരെ തിരികെ കൊണ്ടുപോയി വിട്ടത് പ്രസാദായിരുന്നു. ഇതേസമയം രവിയുടെ വീട്ടിൽ ജാനകിയും രമ്യയും സംസാരിക്കുന്നു. ദേവേട്ടൻ അവിടെ എത്തി ഏട്ടനോട് വിളിക്കാൻ പറയാമെന്ന് പറഞ്ഞതാ. എന്നാൽ ദേവേട്ടനെ വിളിച്ചിട്ടും എടുക്കുന്നില്ല. എന്താ പറ്റിയെന്നറിയാതെ ഒരു സമാധാനവും ഇല്ല. ദേവൻ എന്തുകൊണ്ടായിരിക്കും വിളിച്ചാൽ ഫോൺ എടുക്കാത്തത്? ആരെങ്കിലും ഒന്ന് പോയി അന്വേഷിക്കാനുണ്ടായിരുന്നെങ്കിൽ അവരോടെങ്കിലും പറയായിരുന്നു. ഞാൻ പോയി അന്വേഷിക്കാമേ. നീ അത്ര ദൂരം തനിച്ചു പോയാൽ ശരിയാവില്ല. അവിടെയൊന്നും അത്ര നല്ല സ്ഥലമല്ലെന്നാ രവി പറയാറ്. അമ്മ ഇങ്ങനെ ആദി കയറ്റി എന്തെങ്കിലും അസുഖം വരുത്തി വയ്ക്കണ്ട. ദേവേട്ടൻ എന്തെങ്കിലും തിരക്കിലായിരിക്കും. അതുകൊണ്ടായിരിക്കും വിളിച്ചിട്ടെടുക്കാത്തത്. ഈ നേരത്ത് ഓഫീസിലായിരിക്കുമല്ലോ. വൈകിട്ട് ഏട്ടൻ സാധാരണ വിളിക്കാറുള്ള സമയത്ത് വിളിച്ചു നോക്കാം, രമ്യ സമാധാനിപ്പിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഡോക്ടർമാർ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ട് ദേവൻ വേഗം അവരുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. സർ, രവിക്ക് എങ്ങനെയുണ്ട്? സർജറി കഴിഞ്ഞു. ആക്സിഡൻറ്റിൽ ഹെഡ് ഇഞ്ചുറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇവിടെ എത്തിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ ഫിറ്റ്സ് വരാൻ ചാൻസ് കൂടുതലായിരുന്നു. ഇവിടെ എത്തിക്കുന്നതിന് മുൻപേ അങ്ങനെയൊന്ന് സംഭവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അപ്പം തന്നെ എന്ന് പറഞ്ഞ് ഡോക്ടർ നിർത്തി. അത് കേട്ട് ദേവനൊന്ന് ഞെട്ടി. എനിക്കൊന്ന് അവനെ കാണാൻ കഴിയുമോ? പേഷ്യൻറ്റിന് ബോധം വരട്ടെ, എന്നിട്ട് കയറി കാണാം. പിന്നെ കൈക്കും കാലിനും എല്ലാം ഫ്രാക്ചറുണ്ട്. ബാക്കി പേഷ്യൻറ്റിന് ബോധം വന്നാലേ പറയാൻ കഴിയൂ എന്ന് പറഞ്ഞ് ഡോക്ടർമാർ അവിടുന്ന് പോയി. ദേവൻ വീണ്ടും ICUവിന് മുന്നിലേക്ക് ചെന്ന് തളർന്ന് അവിടെ ഇരുന്നു. എത്ര നേരം അങ്ങനെ ഇരുന്നു എന്ന് അറിയില്ല.
ആ സമയത്ത് പ്രസാദ് അവൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. എന്തായി, ബോധം വന്നോ? ഇല്ല, ഞാൻ കാരണാ, എല്ലാം ഞാൻ കാരണാ. അതുവരെ പിടിച്ചു നിന്ന സങ്കടമെല്ലാം അണപൊട്ടി ഒഴുകും പോലെ അവൻ വിതുമ്പി. പോട്ടെടാ, സംഭവിച്ചു പോയില്ലേ. ഭാഗ്യം കൊണ്ട് അവന് മറ്റൊന്നും സംഭവിച്ചില്ലല്ലോ. പ്രസാദ് അവനെ ചേർത്ത് പിടിച്ചു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൻ പ്രസാദിനെ നോക്കി ചോദിച്ചു. നീ അന്വേഷിച്ചോ? എങ്ങനെയവന്? ബാറിൽ കയറി കുടിച്ച് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിരുന്നത്രേ. രാത്രി ബാറ് ക്ലോസ് ചെയ്യാൻ സമ്മതിക്കാതെ വന്നപ്പോൾ അവർ പിടിച്ച് പുറത്താക്കിയിരുന്നു എന്നാ പറഞ്ഞത്. അവിടെ നിന്ന് കുറേ ബഹളം ഉണ്ടാക്കിയ ശേഷം പതിയെ നടന്നു പോവുകയും ചെയ്തത്രേ. കാല് നിലത്തുറയ്ക്കുന്നുണ്ടായിരുന്നില്ലെന്ന്. എടാ, ഞാൻ ഇവിടെ അടുത്തുള്ള ബാറുകളിലെല്ലാം നോക്കിയിരുന്നതല്ലേ, അവിടെയൊന്നും അവനുണ്ടായിരുന്നില്ല. ഇവിടെയല്ല, മൂഴിക്കുളത്താ. അവിടെ എന്തിനാ അവൻ പോണം? വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. ഓരോന്നാലോചിച്ച് മനസ്സ് വേദനിച്ചപ്പോൾ അവിടെ ഇറങ്ങിക്കാണും. ദേവൻ തളർച്ചയോടെ ഇരിക്കുന്നത് കണ്ട് പ്രസാദ് പറഞ്ഞു. നീ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ. വാ, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. എനിക്കൊന്നും വേണ്ട, വിശപ്പുമില്ല ദാഹവുമില്ല. എടാ, നിനക്ക് നല്ല ക്ഷീണമുണ്ട്, എഴുന്നേറ്റ് വായോ, കഴിച്ചിട്ട് വരാം. ഇതെൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണമല്ല, മനസ്സിൻ്റെയാ. ആരാരും ഇല്ലാത്ത എനിക്ക് എല്ലാമായിരുന്നു അവൻ. എൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു കാര്യവും അവൻ ചെയ്യില്ല. എന്നാൽ ഞാൻ അവൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ടോയെന്ന് ഓർക്കാതെ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു. ദേവൻ സങ്കടപ്പെട്ടിരുന്നു. ദേവന് രവിയുമില്ലാത്ത മഹേന്ദ്രം ശരിക്കും ഒരു ശൂന്യതയിലേക്ക് മറയുന്നത് പോലെ ഗൗരിക്ക് തോന്നി. അവരുടെ സാന്നിധ്യം അവിടെ നിറച്ചിരുന്ന ആ പ്രത്യേക ഊർജം എത്രത്തോളം വലിയതായിരുന്നെന്ന് അവൾ തിരിച്ചറിഞ്ഞു. രാമേട്ടൻ്റെ മുഖത്തും അതേ ശൂന്യത നിഴലിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. രാമേട്ടൻ്റെയും ഭാനുവിൻ്റെയും നിർബന്ധത്തിന് വഴങ്ങി അല്പം ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി അവൾ മുറിയിലേക്ക് നടന്നു. കസേരയിൽ ഇരുന്ന് ടേബിളിലേക്ക് തല ചായ്ച്ചപ്പോൾ അറിയാതെ അവൾ പഴയ ഓർമ്മകളിലേക്ക് ഊളിയിട്ടു. എന്തൊക്കെയോ തനിക്ക് നഷ്ടപ്പെട്ടതുപോലെ ആ ശൂന്യത അവളെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ടതും ഒന്ന് ഞെട്ടിയെങ്കിലും അവളുടെ മുഖം പ്രകാശിച്ചു. അവൾ സന്തോഷത്തോടെ തുടിക്കുന്ന മനസ്സുമായി വേഗം വന്ന് ഡോർ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ഭാനുവിനെ കണ്ട് അവളുടെ മുഖം പെട്ടെന്ന് മങ്ങി. അവൾ ചുണ്ടിൽ ചെറിയൊരു ചിരി വരുത്തി പറഞ്ഞു. അകത്തേക്ക് വരൂ. മാഡം ഉറങ്ങിയില്ലായിരുന്നോ? ഗൗരി ചോദിച്ചു. മാഡോ? ഞാൻ നിന്റെ അമ്മായിയമ്മേ. നീ എന്നെ അമ്മേന്ന് വിളിച്ചാൽ മതി. ഗൗരിയുടെ മുഖം വീണ്ടും പ്രകാശിച്ചു. അവൾക്ക് വല്ലാതെ സന്തോഷം തോന്നി. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അതുകണ്ട് അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ഭാനു ചോദിച്ചു. നീ എന്തിനാ കരയുന്നത്? അവൾ ഒന്നുമില്ലെന്ന അർത്ഥത്തിൽ ചിരിച്ചുകൊണ്ട് തലയാട്ടി. എങ്കിൽ വാതിലടച്ച് കുറ്റിയിട്ടിട്ട് വായോ. ഇന്ന് ഞാൻ നിന്റെ കൂടെ കിടക്കുന്നത്. അത് കേട്ട് ഗൗരി അത്ഭുതത്തോടെ വായും തുറന്ന് നോക്കി നിൽക്കുന്നത് കണ്ട് ഭാനു ചോദിച്ചു. എന്തേ, ഇഷ്ടല്ലേ? ഇഷ്ടാ എന്ന് ആവേശത്തോടെ പറഞ്ഞ് അവൾ ഡോർ കുറ്റിയിട്ട് ബെഡിനരികിൽ പോയി നിന്നു. കിടക്കൂ. നീയും കിടന്നോ. അവരിരുവരും കിടന്നപ്പോൾ ഗൗരി ഭാനുവിനെ തന്നെ നോക്കിക്കിടന്നു. ഭാനു ചരിഞ്ഞ് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. നിനക്ക് വീട്ടിൽ ആരൊക്കെയുണ്ട്? ഗൗരിയുടെ മുഖം ചെറുതായി മങ്ങിയതുപോലെ ഭാനുവിന് തോന്നി. അച്ഛനും ഇളയമ്മയും 2 അനിയത്തിമാരും. മറ്റു ബന്ധുക്കളൊന്നുമില്ലേ? അച്ഛൻ്റെ മറ്റു ബന്ധുക്കളെയൊന്നും എനിക്കറിയില്ല. ഞാൻ അമ്മയുടെ വീട്ടിലായിരുന്നു, കൊടുവായൂര്. അവിടെ മുത്തശ്ശിയുണ്ടായിരുന്നു, മരിച്ചുപോയി. ഇപ്പോൾ അമ്മാവനും അമ്മായിയും, പിന്നെ ഏട്ടനും ചേച്ചിയും, പിന്നെയും വേറെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ട്. ഭാനു ഗൗരിയുടെ നെറുകയിൽ മെല്ലെ തലോടി. അതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരാനന്ദം തന്നിലൂടെ ഒഴുകിപ്പരക്കുന്നത് ഗൗരി അറിഞ്ഞു. ഞാൻ ഈ കൈ ഇങ്ങനെ മേലിൽ വെച്ചോട്ടെ? ഗൗരി മെല്ലെ ചോദിച്ചു. വെച്ചോ, ഭാനു പുഞ്ചിരിയോടെ പറഞ്ഞു. അത് കേട്ടതും സന്തോഷത്തോടെ ഗൗരി ഭാനുവിനോട് ചേർന്ന് കിടന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ഭാനുവും വാത്സല്യത്തോടെ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. രവി പതിയെ കണ്ണുകൾ തുറന്നു. തലയിൽ എന്തോ വല്ലാത്തൊരു ഭാരം അമർന്നിരിക്കുന്നത് പോലെ അവൻ അനുഭവപ്പെട്ടു. അസഹ്യമായ വേദന വന്നപ്പോൾ ഒരു ഞെരുക്കത്തോടെ അവൻ കണ്ണുകൾ മുറുക്കെ അടച്ചു. ആ ഞെരുക്കം കേട്ടതും ICUവിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സ് വേഗത്തിൽ അവൻ്റെ അടുത്തേക്ക് വന്ന് രവിയെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു. അവൻ്റെ അസ്വസ്ഥത കൂടിക്കൊണ്ടിരുന്നപ്പോൾ നേഴ്സ് ഉടൻ തന്നെ ഫോണെടുത്ത് ഡോക്ടറെ വിവരമറിയിച്ചു. ICUവിലേക്ക് ഡോക്ടറും നേഴ്സും ധൃതിയിൽ ഓടിക്കയറുന്നത് കണ്ടതും പുറത്ത് കാത്തുനിന്നിരുന്ന ദേവൻ പരിഭ്രമത്തോടെ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ഓടിയെത്തി. എന്നാൽ ദേവൻ എത്തുമ്പോഴേക്കും അവർ അകത്തേക്ക് കയറിയിരുന്നു.